ഹായ്, ഐലൻഡ് ഫാമിൽ തന്നെയാണുള്ളത്. ഇന്ന് നമ്മളിവിടെ ഗാർഡനിൽ അടിപൊളിയായിട്ടുള്ളൊരു സിംഹാസനം നിർമ്മിക്കാൻ പോകുക. അടിപൊളിയായിട്ടുള്ളൊരു ഇരിപ്പിടം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ളൊരു സിംഹാസനമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. ആദ്യം നമ്മുടെ ഇരിപ്പിടം നിർമ്മിക്കുന്ന തറയിലിതാ ഒരു 3 ഇഞ്ച് കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ കേജ് നെറ്റ് നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ എടുത്തതാണ്. മുകൾ ഭാഗത്തേക്ക് കുറച്ച് അല്പം വെച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മളിതാ വേസ്റ്റ് കരിങ്കൽ കല്ലുകളാണ് നമ്മൾ സൈഡ് ഭാഗത്ത് കൂടെ നമ്മൾ അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സൈഡ് ഭാഗത്ത് കൂടെ അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതാണ് 3:1 എന്ന രീതിയിൽ. അപ്പോൾ അത് നമ്മൾ സൈഡിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫുള്ളായിട്ട് ഇതിൻ്റെ ഈ റൗണ്ട് ഭാഗം നമ്മൾ ഇരിക്കുന്ന ആ ഭാഗം വരെ, അതായത് 50 സെൻറ്റിമീറ്റർ ഉയരം വരെ നമ്മൾ ആ റൗണ്ട് ഭാഗം മുഴുവനായിട്ട് ഇതേപോലെ സൈഡിലൊക്കെ വേസ്റ്റ് കല്ലുകൾ വെച്ചിട്ട് നമ്മളിത് നിറച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗം. നടുഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ എംസാൻഡ് മാത്രം ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്, കല്ലുകളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. സൈഡ് ഭാഗത്ത് നമ്മൾ സിമെൻറ്റ് കൊടുത്ത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട്, അതായത് ആ 50 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നമ്മൾ നിറച്ചെടുത്തു. ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നു. അതായത് ഈ ഇരിപ്പിടം നമ്മൾ 2 ഇഞ്ച് കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മുകൾ ഭാഗം. അപ്പം മുകൾ ഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് പ്ലാസ്റ്റർ ചെയ്തെടുക്കും. അപ്പോൾ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്തിട്ട് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പുറം ഭാഗം പ്ലാസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതേപോലെ സിമെൻറ്റ് തേച്ച് നമുക്ക് മിനുക്കി റെഡിയാക്കി എടുക്കാം പുറം ഭാഗം മുഴുവനായിട്ട്. അപ്പോൾ റൗണ്ടിൽ സൈഡ് ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് മുകൾ ഭാഗമൊക്കെ തേച്ച് മിനുക്കിയതിന് ശേഷം നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, അതായത് പിറ്റേ ദിവസമാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ചാര് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചാര് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സിമെൻറ്റിൽ, അതായത് സിമെൻറ്റ് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ചണച്ചാക്ക് അതിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ നെറ്റിൽ നമ്മൾ ഇതേപോലെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ പുറം ഭാഗത്താണ് നമ്മൾ ഈ ചണച്ചാക്ക് വിരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് 2 ഭാഗം, അതായത് പുറം ഭാഗവും അതേപോലെ തന്നെ ഉൾഭാഗവും നമുക്ക് തേച്ച് മിനുക്കിയെടുക്കണം, അതായത് പ്ലാസ്റ്റർ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ വിരിച്ച ചണച്ചാക്കിന് മുകളിൽ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്തത്, വെള്ളം ചേർക്കാത്ത മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പുറം ഭാഗമാണ് പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് അതിൻ്റെ അകംഭാഗവും അതേപോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്ത് നന്നായിട്ട് മിനുക്കി എടുക്കാം.
അപ്പം ചാരിൻ്റെ പുറംഭാഗവും അതേപോലെ തന്നെ ഉൾഭാഗവും ഒക്കെ നമ്മൾ സിമെൻറ്റ് തേച്ച് അതായത് പ്ലാസ്റ്റർ ചെയ്തെടുത്തു. ഇനി നമ്മൾ അതൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ സിമെൻറ്റ് മാത്രം വേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് നമ്മൾ തേച്ച് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് മിനുക്കിയെടുക്കുന്നുണ്ട്. ഇരിക്കുന്ന ഭാഗത്ത്, അതേപോലെ തന്നെ അടിഭാഗത്തേക്കുള്ള ആ റൗണ്ട് ഭാഗത്ത്, പിന്നെ നമ്മൾ ചാരിൻ്റെ ഭാഗം, എല്ലാ ഭാഗത്തും നമ്മൾ ഈ സിമെൻറ്റ് മാത്രം കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം തേച്ച് മിനുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ഒന്ന് നന്നായിട്ട് മിനുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ബ്രഷ്, അതായത് ഒരു പെയിൻറ്റിങ് ബ്രഷ് നനച്ചിട്ട് നമ്മളതൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, ബ്രഷ് ചെയ്ത് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇരിപ്പിടത്തിൻ്റെ അതായത് സിംഹാസനത്തിൻ്റെ പണി ഒരുവിധം പൂർത്തിയായി. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഒരു 3-4 ദിവസം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ആ നനച്ചതിന് ശേഷം അത് സെറ്റായതിനു ശേഷം വേണം നമുക്കിതിന് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ 3-4 ദിവസം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തു. പിന്നീട് അത് 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സിംഹാസനത്തിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളൊരു മരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഗാർഡനിൽ നമുക്ക് ഇതേപോലെ നിർമ്മിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഇരിപ്പിടും അതെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.